ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. അമ്മയിൽ നിന്ന് പോയവരെ തിരികെ കൊണ്ടുവരുമെന്ന് രമേഷ് പിഷാരടി MLA പറഞ്ഞു. അഡോ കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. സ്ഥിരം കമ്മിറ്റി വൈകാതെ വരും. സ്ഥിരം കമ്മിറ്റിയുടെ ഭാരവാഹിത്വം താൻ ഏറ്റെടുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ ഒരു സ്ഥിര ഭാരവാഹിത്വത്തിലോട്ട് ഞാൻ വരില്ല. എനിക്ക് ഇവിടെ പാലക്കാടുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അന്ന് പോലും ഞാൻ 11:15 പിറ്റേന്ന് നിയമസഭ ഉണ്ടായിരുന്നു. ഞാൻ 11:15 ഇറങ്ങി. ഞാൻ വാർത്തയിലാണ് അഡോ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം എനിക്ക് വന്നത് കേട്ടത്. എന്നോട് രാവിലെ പറഞ്ഞിരുന്നു എന്തെങ്കിലും വന്നാൽ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ളത്. അതൊക്കെ നമ്മൾ ചെയ്യണമെന്ന്. എല്ലാവരും നമ്മുടെ സഹപ്രവർത്തകരും നമുക്കറിയാവുന്നവരും എല്ലാവരും ഒക്കെ നല്ല ആൾക്കാരൊക്കെയാണ്. അത് നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ശ്വേത മേനോൻ, അൻസിബ, മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങി എല്ലാവരോടും താൻ സംസാരിച്ചിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ശ്വേതയോട് സംസാരിച്ചു, അൻസിബയോട് സംസാരിച്ചു, മല്ലികാന്റിയോട് സംസാരിച്ചു, ബാബുരേട്ടൻ, സിദ്ദിഖ, ഇടവേള ബാബുക്ക, മമ്മുക്ക, ലാലേട്ടൻ, എല്ലാവരോടും ഞാൻ ഫോണിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് സമയം സംസാരിച്ചു. അൻസിബയോടൊക്കെ പലപ്പോഴായിട്ട് 1 മണിക്കൂറിലധികം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരെ എല്ലാം കേൾക്കുന്നുണ്ട്. അവരുടെയൊക്കെ പ്രശ്നങ്ങൾ എന്താണ്, അത് എന്തുകൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്, അതിന് നിലവിൽ നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിൽ ആലോചിക്കുന്നുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.